Think about all of our tomorrows. We don't know how many they are. So let's start making the most of today. കല്യാണം കഴിയാത്തവരാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു നിമിഷമെങ്കിലും ഒന്ന് സിംഗിളായിട്ട് നിന്നിരുന്നെങ്കിൽ അല്ലേ. ആക്ച്വലി സിംഗിളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബീച്ച്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ചെറായി ബീച്ചിലാണ്. ഒരുപാട് വെയിലും ഒരുപാട് കാറ്റും, പക്ഷേ ഭയങ്കര സുന്ദരമായുള്ള ഒരു ബീച്ചാണിത്. ഇവിടെ നിന്ന് ഞാൻ ആക്ച്വലി ഈ ഒരു ടോപ്പിക് എടുത്തപ്പോഴത്തേക്കും കുറച്ച് പേരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫീമെയിൽസിന് കൂടുതൽ ചോദിച്ചു, സിംഗിളായി ഇരിക്കുന്നതാണോ നല്ലത് അതോ കല്യാണം കഴിക്കുന്നതാണോ നല്ലതെന്ന് വെച്ചപ്പോഴത്തേക്കും ഫീമെയിൽസിൻ്റെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജനറേഷൻ അല്ലേ, നമ്മുടെ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ വർക്ക്, വി ക്യാൻ മേക്ക് മണി. ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കൊരു പുരുഷൻ്റെ ആവശ്യമില്ല എന്നാണ് സ്ത്രീകളുടെ അഭിപ്രായം. അതേപോലെ തന്നെ പുരുഷന്മാരോട് ചോദിക്കുമ്പോഴത്തേക്കും പുരുഷന്മാർ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണമേ കഴിക്കേണ്ട, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബമേ നശിഞ്ഞു പോകും എന്നൊരു രീതിയിലാണ് പുരുഷന്മാരുടെ ഒരു ചിന്താഗതി. ആക്ച്വലി അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി സിംഗിളായിരിക്കുന്നതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് സൂസി സ്കോട്ടിൽ വന്നിരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ. ആക്ച്വലി ബീയിങ് സിംഗിൾ ആയിട്ടിരിക്കുന്നതിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. സോ ഈ കൂടുതൽ സിംഗിളായിട്ടിരിക്കുമ്പോൾ കുറച്ച് ഫണ്ണിയസ്റ്റ് ഫാക്റ്റ് ഉണ്ട്. ഫണ്ണിയസ്റ്റ് ഫാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നമ്മളെപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഓക്കെ ഇറ്റ്സ് ഗുഡ് കുറച്ച് വെള്ളമൊക്കെ നനയുന്നത്, പക്ഷെ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് കുറച്ച് ദുഷ്ടത്തിനായിപ്പോയി. ഓക്കെ എനിവേസ് ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, സിംഗിളായിട്ടിരിക്കുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജസ്. നമ്മൾ പുരുഷന്മാരുടെ ഒരു ഫണ്ണി ഫാക്റ്റ് ഞാൻ പറയാം. അവർക്ക് എപ്പോഴും സിനിമകൾ കൂടുതൽ കാണാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഷും ടൈപ്പ് ഓഫ് മൂവീസ് ആയിരിക്കും കൂടുതൽ കാണാൻ ഇഷ്ടം. ഫീമെയിൽസിനാണെങ്കിൽ എപ്പോഴും കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് മൂവീസ്, കുറച്ചും കൂടെ എൻ്റർടൈനിങ് മൂവീസ് ആയിരിക്കും കാണാൻ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഈ പുരുഷന്മാർക്ക് എപ്പോഴും ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ വൈഫിനൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാൻ പറ്റില്ല. സോ സിംഗിളായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോപ്കോൺസ് കഴിക്കാം. അതേപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റ് ടേക്ക് ലൈക്ക് ഇഫ് യു ഹാവ് എ ഫാമിലി അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട്, നമ്മൾ ഒരുപാട് ജോലി തിരക്കിന് അല്ലെങ്കിൽ ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറം രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് അവരെ വിട്ടിട്ട് പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഫീലിങ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സിംഗിൾ ആണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് എനി വൺ. നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താണ് അതിനായിട്ടുള്ള ഒരു മുമ്പോട്ട് എപ്പോഴും നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ കുറേ ഫണ്ണി ഫാക്റ്റൊക്കെ ആലോചിച്ചായിരുന്നു. എന്താണെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു തരില്ലേ? Okay guys, listen a beautiful song. Stay tuned with me. This is Susie Scott. Back to the show, you're watching Susie Scott with me, Hannabella. So, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ വെയിലത്തൊക്കെ തുണി വിരിച്ചെടുത്തില്ല ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതേപോലെയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ആ ബീച്ചിലിരുന്ന് വെള്ളമൊക്കെ കയറി ഫുൾ നനഞ്ഞു. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബീയിങ് സിംഗിൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കുറേ കാര്യങ്ങൾ, ക്രേസിയസ്റ്റ് തിങ്സ്. പക്ഷെ അതേപോലെ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഫങ്ഷൻസ് വരാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മേനെ കാണാൻ പോകണ്ട, അപ്പൂപ്പനെ കാണാൻ പോകണ്ട, എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടാവാത്തൊരു നിമിഷം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യു ആർ സ്റ്റേയിങ് ആസ് എ ബാച്ചുലർ ആൻഡ്
കുറേ തുണികളുണ്ട് അലക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെ ആരുമില്ല, അമ്മയില്ല, ഗേൾഫ്രണ്ട് ഇല്ല, വൈഫില്ല, ആരുമില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് തോന്നാറില്ല ഒറ്റപ്പെട്ട അവസ്ഥ? അതേപോലെ തന്നെ ഈ ബാച്ചിലറായിട്ട് തന്നെ എന്താ പറയുക, നമ്മൾ പഠിക്കാനും കോളേജിൽ നിന്നൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റീസിലോട്ടൊക്കെ വരുന്ന ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അവർക്ക് എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാണ്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കോളേജ് ടൈമിൽ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട്, അങ്ങനെയുള്ള ഫീലിങ്സും സപ്പോർട്ടും ആണ് എപ്പോഴും അവരെ മുമ്പോട്ട് നയിച്ചിരുന്നത്. ആൻഡ് റൈറ്റ് നൗ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, മരിക്കാൻ കിടന്നാലും വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവത്തില്ല. അതൊക്കെയാണ് ഈ കാറ്റും കൊണ്ട് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുകയാണല്ലോ, ലൈൻ അടിക്കാൻ പോലും ആരുമില്ല. Listen to a good track and come back. I want to tell you a lot of things. This is Susie's Code. സിംഗിളായി നടക്കുന്ന എന്തോരം ആൾക്കാരാണ് ഈ ബീച്ചിൽ കൂടെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് അറിയാമോ? ബാക്ക് ടു ദ ഷോ, യു ആർ വാച്ചിങ് സൂസീസ് കോഡ് വിത്ത് മീ ഹെനബെല്ല. സോ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ബീങ് സിംഗിളിനെ കുറിച്ച്. സോ ജസ്റ്റ് ഇമാജിൻ ഗൈസ്, നമുക്ക് ഇപ്പോൾ ശരിക്കും സിംഗിളായിട്ട് നടക്കുന്നവർക്ക് കൂടുതൽ വരുന്ന പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പാരൻസിൻ്റെ പ്രഷറാണെങ്കിൽ ഓൾവേസ് ദേ വോണ്ട് നമ്മൾ കല്യാണം കഴിക്കണം, നമ്മുടെ കോളേജ് കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, ജാതക പ്രശ്നം, അങ്ങനെയുള്ള പാരൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് പ്രഷർ വരും. സമൂഹം എന്ത് പറയും, ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ റിയലി വോണ്ട് ടു ടെൽ യു ഗൈസ്, നമ്മുടെ ഡിസിഷൻ, നമ്മൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നാണ് നമ്മുടെ ഡിസിഷൻ എങ്കിൽ നമുക്കത് പറ്റുമെങ്കിൽ നമുക്ക് അതിനോട് മുമ്പോട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കുക. അതേപോലെ തന്നെ എപ്പോഴും ഒറ്റപ്പെട്ട് ഇരിക്കുവാണ് അല്ലെങ്കിൽ ഐ ആം അലോൺ എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെടുത്തൊരു ഡിസിഷനാണത് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം എല്ലാവരും ഓരോരുത്തർ ചോദിക്കുക കുട്ടികളില്ലേ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ യു ക്യാൻ സേ ടു ദം ലൈക്ക് ഐ ഹാവ് എ ബെറ്റർ ജോബ്, എനിക്ക് ബെറ്റർ കരിയർ ഉണ്ട്, നമുക്ക് വേറെ ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷനിൽ വേണം നമ്മൾ എപ്പോഴും നിൽക്കുക. ഏറ്റവും കൂടുതൽ സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് എക്സ് ഗേൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട്സിൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കൂടുതൽ നോട്ടിഫിക്കേഷനും അതും ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോഴത്തേക്കും വി റിയലി ഫീൽ ബാഡ് ആൻഡ് വി റിയലി ഫീൽ ലൈക്ക് ഓ ദിസ് ടൈം ടു ഗെറ്റ് മാരിഡ്. എപ്പോഴും എനിക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിളാണോ അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഹാപ്പി ആയിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആരെങ്കിലും വന്നിട്ട് നമ്മളെ ഹാപ്പി ആക്കാൻ ശ്രമിക്കും. നമ്മൾ സ്വന്തമായിട്ടൊരു പോസിറ്റീവായിട്ട് എനർജിയുള്ള ആളാണെങ്കിൽ, നമ്മൾ സിംഗിൾ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സോ ലിസൺ ടു എ ഗുഡ് ട്രാക്ക് ആൻഡ് കം ബാക്ക്. ദിസ് ഇസ് സൂസീസ് കോഡ് വിത്ത് മീ ഹെനബെല്ല. Back to the show, you're watching Susie's Code with me Hannabella. So I got my bucket list guys. So try a profession in a different field. ആക്ച്വലി നമ്മൾ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ചെയ്യുവാണെങ്കിലും അതിൽ നമുക്കിപ്പോൾ ഒരുപാട് സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമുക്ക് വേറൊരു ജോലി അതിൽ നമുക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു ടൈം പാസ് ആയിട്ട് വി ക്യാൻ ഡു സംതിങ് അല്ലേ. എന്താ പറയുക, ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ യുവർ ജോബ് അല്ലെങ്കിൽ ഇഫ് യു ആർ വെരി എന്താ പറയുക ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയിരിക്കുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കും മാക്സിമം നമുക്കത് എൻജോയ് ചെയ്ത് ആ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ വി വിൽ ബി വെരി ഹാപ്പി. അപ്പം നമുക്ക് നമ്മുടെ ജോലിയും സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇന്നത്തെ ബക്കറ്റ് ലിസ്റ്റിൽ പറയാനുള്ളത്. ആൻഡ് ഇവിടെ വെയിലത്തിരുന്ന് ഈ ചെറായി ബീച്ചിലിരുന്ന് ഞാൻ കറുത്തു, എൻ്റെ മേത്ത് മൊത്തം വെള്ളം കയറി. ആൻഡ് റൈറ്റ് നൗ ഐ ഹാവ് ടു വൈറ്റ് അപ്പ് മൈ ഷോ. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും till then bye bye, take care. This is Susie's Code.